പഞ്ചാബിൽ ആക്രമണം നടത്താനുള്ള പാകിസ്ഥാന്റെ ശ്രമം പരാജയപ്പെടുത്തി ഇന്ത്യൻ സേന. അമൃത്സർ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ തൊടുത്ത മിസൈലുകൾ ആണ് വെടിവെച്ചിട്ടത്. ചൈനീസ് നിർമ്മിത മിസൈലുകൾ ആണ് ഇവ. ഇതിന്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിനിടെ പൂഞ്ചിൽ ഇന്നലെ നടന്ന പാക് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടത് 13 ഇന്ത്യക്കാരെന്ന് സ്ഥിരീകരിക്കുകയാണ്. 44 പേർക്ക് പരിക്കേറ്റു എന്നും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. TG സജിത്ത് തന്നെയാണ് ചേരുന്നത്. സജിത്ത്, നമ്മൾ നേരത്തെ പറഞ്ഞത് പാക് പ്രതിരോധ മന്ത്രിയുടെ പൊള്ളയായ മറുപടികൾ ആണ്. ഇന്ത്യയിലെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് പാകിസ്ഥാൻ വെടിവെച്ചിട്ട ഇന്ത്യൻ ജെറ്റുകളുടെ ദൃശ്യങ്ങൾ എന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്ത്യ മറുപടി പറയുന്നത് ആ നിലയിൽ അല്ല. ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥർ ആണ് മറുപടി പറയുന്നത്. അത് തെളിവുകൾ നിരത്തിയാണ്. ഇന്നലെ 9 ഇടത്ത് ആക്രമണം നടത്തിയെന്ന് ഇന്ത്യൻ സൈന്യം വാർത്താ സമ്മേളനത്തിലൂടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അതിന്റെ ദൃശ്യങ്ങളടക്കം പങ്കുവെച്ചുവെങ്കിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അതിന്റെ കൂടുതൽ ദൃശ്യങ്ങളടക്കം പുറത്തുവിടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോഴിതാ പാകിസ്ഥാന്റെ ആക്രമണങ്ങളെ എങ്ങനെ പരാജയപ്പെടുത്തുന്നു എന്ന ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇത് പാക് മന്ത്രിക്കടക്കം ഫാക്ട് ചെക്ക് ചെയ്ത് പരിശോധിക്കാവുന്ന ദൃശ്യങ്ങൾ കൂടിയാണല്ലോ. അഭിലാഷ്, പുറത്തു വരുന്ന ദൃശ്യങ്ങൾ അതാണ് തെളിയിക്കുന്നതും. അതായത് പുറത്തു വരുന്ന ദൃശ്യങ്ങൾ എങ്ങനെയാണ്, ഒരു ചൈനീസ് നിർമ്മിത മിസൈൽ ദൃശ്യങ്ങളാണെന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് പാകിസ്ഥാനും ചൈന കൈമാറിയ ധാരണപ്രകാരം നേരത്തെ കൈമാറിയ മിസൈലാണ്. ഈ മിസൈലാണ് ഇപ്പോൾ ഇന്ത്യൻ പ്രതിരോധ സംവിധാനങ്ങൾ തടഞ്ഞ് തകർത്തിരിക്കുന്നത്. PL-15E എന്ന മോഡൽ നമ്പറിലുള്ള ഒരു മിസൈലാണ് തകർത്തപ്പെട്ടിരിക്കുന്നത്. പഞ്ചാബിലെ അമൃത്സറിലാണ് ഇതിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനകം പുറത്തു വന്ന ദൃശ്യങ്ങളിൽ ഇന്ത്യൻ സേനാ അധികൃതർ ഈ മിസൈൽ പരിശോധിക്കുന്ന ദൃശ്യങ്ങളും ചിത്രങ്ങളും അടക്കമാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇന്ത്യയുടെ സിവിലിയൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാൻ നടത്തിയ ഒരു മിസൈൽ നീക്കമായിരുന്നിരിക്കണം. അതാണ് ഇന്ത്യൻ പ്രതിരോധത്തെ തകർത്തത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എയർ ടു എയർ മിസൈൽ സംവിധാനമാണ് ചൈനീസ് നിർമ്മിത എയർ ടു എയർ മിസൈൽ സംവിധാനമാണ്. അതാണിപ്പോൾ തകർക്കപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ മറ്റൊരു മോഡൽ കൂടി പാകിസ്ഥാന്റെ കൈവശമുണ്ടെന്നാണ് പ്രതിരോധ കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. അങ്ങനെയെങ്കിൽ ചൈനീസ് നിർമ്മിത ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക സഹകരണത്തെക്കുറിച്ച് നമുക്ക് നേരത്തെ തന്നെ അറിയാം. സൈനിക ഉപകരണങ്ങൾ പാകിസ്ഥാനുമായി പങ്കുവച്ചിട്ടുണ്ട്, ചൈന പാകിസ്ഥാന് പങ്കുവച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ ചൈനീസ് ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം മിസൈലാണ് ഇന്ത്യക്ക് നേരെ തൊടുത്തത്. എന്നാൽ അത് നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ തടസ്സപ്പെടുത്തി തകർത്തു എന്നതാണ്. അതിർത്തി മേഖലകളിൽ, ബോർഡർ മേഖലയിൽ വീണ, അമൃത്സറിൽ വീണ ആ മിസൈലിന്റെ അവശിഷ്ടങ്ങളാണ് അവിടെ നമ്മുടെ സൈനിക ഉദ്യോഗസ്ഥരെത്തിയത് പരിശോധിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്ത്യക്ക് നേരെ, ഇന്ത്യൻ സിവിലിയൻ സമൂഹത്തിന് നേരെ വ്യാപകമായ അക്രമം അഴിച്ചുവിടുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് മറുപടിയായി പാകിസ്ഥാൻ കണ്ടെത്തിയിരിക്കുന്ന മറുപടി ഇന്ത്യയുടെ സാധാരണ ജനങ്ങളുടെ നേരെയുള്ള അക്രമമാണ്. അത് പലയിടങ്ങളിലായി റിപ്പോർട്ട് ചെയ്യുന്നു. നിരവധി മരണങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എന്തായാലും വ്യാപകമായ നാശനഷ്ടം സിവിലിയൻ സമൂഹത്തിന് നേരെ നടത്താൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട്. അതിലൊന്നായിരുന്നു ഈ മിസൈൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം. പക്ഷേ അത് പ്രതിരോധ സേന തടസ്സപ്പെടുത്തുന്നു, അത് തകർക്കുന്നു. അങ്ങനെ അതിന്റെ ദൃശ്യങ്ങളടക്കമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് സജിത്ത്, ഇതിൽ നിന്ന് വ്യക്തമാണല്ലോ സാധാരണക്കാരായ ആളുകളെ അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണം. നേരത്തെ പൂഞ്ചിൽ അതാണ് സംഭവിച്ചത്. അതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണത്തിലേക്ക് വരുമ്പോൾ തന്നെ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ദൃശ്യങ്ങൾ കൃത്യമായി പറയുന്നത് ജനങ്ങളെ, സാധാരണക്കാരായ ആളുകളെ അടക്കം ലക്ഷ്യം വെക്കുന്നു. പാകിസ്ഥാൻ അത് എപ്പോഴും തള്ളിക്കളയുന്ന വാദം ആണ്. പാകിസ്ഥാൻ അങ്ങനെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് നേരെയല്ല ആക്രമണം നടത്തുന്നത് എന്ന അവകാശവാദമൊക്കെ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ആവർത്തിക്കുന്ന പശ്ചാത്തലം ആണ് ഉള്ളത്. അപ്പോൾ അതിർത്തി മേഖലകളിൽ ഉടനീളം ഇത്തരത്തിൽ സാധാരണക്കാരെ ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാൻ ആക്രമണം നടത്തുന്നു എന്നുകൂടിയല്ലേ ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അതിർത്തി മേഖലയിലാണ്. അതിർത്തിയിൽ ഇന്ത്യൻ ഭാഗത്തോട് ചേർന്ന് ഇന്ത്യയുടെ പ്രദേശത്ത് തന്നെയാണ് ഈ മിസൈലിന്റെ അവശിഷ്ടങ്ങൾ പതിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഇത് ലഭ്യമായ വിവരം അനുസരിച്ച് ഇത് മിസൈലിന്റെ മോട്ടോർ ഭാഗങ്ങളാണ് ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ പ്രതിരോധ സേന, നമുക്കറിയാം മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ നിരവധിയുണ്ട് നമുക്ക് രാജ്യത്ത്. പാകിസ്ഥാന്റെ ആക്രമണം തിരിച്ചടി മുന്നിൽ കണ്ട് അതിർത്തി മേഖലകളിലൊക്കെ അത്തരത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള മിസൈൽ ആക്രമണം ഉണ്ടായെങ്കിൽ അതിനെ എയറിൽ വെച്ച് തന്നെ ഡിഫൻസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള പ്രതിരോധ സംവിധാനമാണ് ഉണ്ടായെന്നാണ്
മനസ്സിലാക്കുന്നത്. എന്തായാലും ആർമി ഇത് സംബന്ധിച്ച ഒരു വ്യക്തത വരുന്ന മണിക്കൂറുകൾക്കുള്ളിൽ നൽകുമെന്ന് കരുതുന്നു. എന്തായാലും താഴെ വീണ ഇന്ത്യൻ ഭാഗത്ത് വീണ അതിർത്തിയിൽ ഇന്ത്യൻ ഭാഗത്ത് വീണ ഈ മിസൈലിൻ്റെ ഭാഗങ്ങൾ സേനാ ഉദ്യോഗസ്ഥരെത്തി പരിശോധിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഇത് പ്രദേശവാസികൾ പകർത്തിയ ദൃശ്യങ്ങളാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം മിസൈലിൻ്റെ മോട്ടോർ ഭാഗമാണിത്, ചൈനീസ് നിർമ്മിതമാണ്. ഇതിൻ്റെ മറ്റു മോഡലുകളും പാകിസ്ഥാന്റെ കൈവശമുണ്ട് എന്നുകൂടിയാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. യെസ്, അതാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങൾ. അതോടൊപ്പം തന്നെയാണല്ലോ ഇതിപ്പോൾ ഈ ഇന്ത്യക്ക് പാകിസ്ഥാൻ നൽകുന്ന മറുപടികൾ എന്നത് അങ്ങേയറ്റം ഭീരുത്വം നിറഞ്ഞ മറുപടിയാണ്. സാധാരണക്കാരായ ആളുകളെ അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണം ആണ് ഇപ്പോൾ പാക് സൈന്യം നടത്തുന്നത്. ഇന്നലെ പാകിസ്ഥാൻ സേന നടത്തിയ ആക്രമണത്തിലെ മരണസംഖ്യ സംബന്ധിച്ച് ഔദ്യോഗികമായൊരു സ്ഥിരീകരണം പുറത്തു വന്നിട്ടുണ്ടല്ലോ. മറ്റെന്തെല്ലാമാണ് വിശദാംശങ്ങൾ സജിത്ത്? യെസ്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അഭിലാഷ്, ഇടയ്ക്കൊന്ന് കൂട്ടുകൂടി നമുക്ക് ചോറ് ചെയ്യാം. പാകിസ്ഥാൻ മിലിറ്ററിയുടെ ഔദ്യോഗികമായ ചില അറിയിപ്പുകൾ കൂടി ലഭ്യമാവുന്നുണ്ട്. 12 ഡ്രോൺസ് തകർത്തു എന്നതാണ് അവരുടെ വാദം. ആ വാദം ഇന്ത്യ പ്രയോഗിച്ച ഡ്രോൺസ് ആണെന്ന് അവർ വാദിക്കുന്നില്ല. പക്ഷേ ഇന്ത്യയുടെ ആക്രമണത്തിന് ശേഷം പാകിസ്ഥാനിലെ 12 ഇടങ്ങളിൽ ഡ്രോൺ അറ്റാക്കിന് ശ്രമങ്ങളുണ്ടായിരുന്നു. ഇത് തങ്ങൾ തകർത്തു എന്നാണ് അവരുടെ വാദം. ഒരുപക്ഷേ കഴിഞ്ഞ ദിവസം നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത ലാഹോർ സംഭവങ്ങളുമായി, ലാഹോർ സ്ഫോടനവുമായി ബന്ധപ്പെട്ടുകൂടിയാവാം ഒരു വിശദീകരണം കൂടിയായത് മാറുകയാണ്. ഇന്ത്യൻ ഡ്രോൺസ് കണ്ടിന്യൂ ടു ബി സെൻഡ് ഇൻ ടു പാകിസ്ഥാൻ എയർ സ്പേസ് ആൻഡ് പാകിസ്ഥാൻ ഈസ് എൻഗേജിങ് ആൻഡ് ന്യൂട്രലൈസിംഗ് ദം വൺ ബൈ വൺ എന്നതാണ്. ഇന്ത്യൻ പാകിസ്ഥാനിലേക്ക് ഡ്രോൺ അറ്റാക്കിന് ശ്രമിക്കുന്നു എന്നതാണ് പാകിസ്ഥാൻ ആർമിയുടെ വാദം. ഇത് തങ്ങൾ 1 by 1 ആയി ഇതിനെ ഇല്ലാതാക്കുന്നു എന്നതാണ് അവർ ഉന്നയിക്കുന്ന വാദം. എന്തായാലും ചില ഡ്രോണുകൾ ലാഹോർ മേഖലകളിൽ വന്നു വീഴുന്ന ചില ദൃശ്യങ്ങളടക്കം വരുന്നുണ്ട്. ലാഹോർ അടക്കമുള്ള ഇടങ്ങളിൽ ഇന്ത്യയുടെ തിരിച്ചടി ഭയന്ന് വലിയ തയ്യാറെടുപ്പുകൾ പാകിസ്ഥാൻ നടത്തിയിട്ടുണ്ട്. പ്രദേശവാസികളെ അവിടെ നിന്നും ഒഴിപ്പിക്കുക പോലെയുള്ള നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും, അതായത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇതുവരെയും പാകിസ്ഥാനിലേക്ക് ഒരു തിരിച്ചടി നമ്മൾ നടത്തിയിട്ടില്ല എന്നതാണ് ഔദ്യോഗികമായി സേനയും സർക്കാരും വ്യക്തമാക്കിയിട്ടുള്ള കാര്യം. ഡ്രോൺ അറ്റാക്കോ മിസൈൽ അറ്റാക്കോ മറ്റു വെടിവയ്പ്പുകളോ ഒന്നും ഇതുവരെയും പാകിസ്ഥാൻ മേഖലയിലേക്ക് ഇന്ത്യ നടത്തിയിട്ടില്ല. പക്ഷേ പാകിസ്ഥാന്റെ പലയിടങ്ങളിലായി ഡ്രോൺ അറ്റാക്ക് നടക്കുന്നു എന്നതാണ്. അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആഭ്യന്തരമായി നിരവധി പ്രതിസന്ധികളും പ്രശ്നങ്ങളുമുള്ള രാജ്യമാണ്. ബലൂചിസ്ഥാൻ ആക്ടിവിസ്റ്റുകളുടെ നീക്കങ്ങളടക്കം നമ്മൾ നേരത്തെ കണ്ടതുമാണ്. അത്തരം നീക്കങ്ങൾ അവിടെ ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ. എന്തായാലും 12 ഡ്രോൺ അറ്റാക്ക് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാന്റെ പല ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് പാകിസ്ഥാൻ സേന തന്നെ സമ്മതിക്കുന്നു. തങ്ങൾ അതിനെ ചെറുത്തു എന്നതാണ് അവരുടെ വാദം. ഒപ്പം തന്നെ അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ അതിർത്തി മേഖലയിലേക്കുള്ള പാകിസ്ഥാന്റെ പോസ്റ്റുകളിൽ നിന്നുള്ള വെടിവെപ്പുകൾ തുടരുകയാണ്. കാരണം ഓപ്പറേഷൻ സിന്ദൂറിനെ മാറ്റി നിർത്തിയാൽ നമുക്കറിയാം അതിർത്തി മേഖലകളിൽ അവിടെ വെടിനിർത്തൽ കരാറുള്ളതാണ്. അത്തരം ധാരണയിലാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി സാധാരണക്കാരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വ്യാപകമായ ആക്രമണം പാകിസ്ഥാൻ നടത്തുന്നുണ്ട് എന്നതാണ് സാഹചര്യം. അത് പലപ്പോഴും സാധാരണക്കാർക്ക് നേരെയാവുമ്പോൾ അത് ചെറുത്തുനിൽപ്പ് കഴിയാത്ത സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ വ്യാപക നാശനഷ്ടം നമ്മുടെ ഭാഗത്തു നിന്നും സംഭവിക്കുന്നുണ്ട്. മരണങ്ങളടക്കം 14 മരണം ഔദ്യോഗികമായി തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന, സ്ഥിരീകരിക്കുന്ന സാഹചര്യം തന്നെ ആർമിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഒപ്പം നിരവധി പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. നിരവധി നാശനഷ്ടങ്ങളും അല്ലാതെയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ ചില സർക്കാർ ഓഫീസുകൾക്കടക്കം നാശനഷ്ടവും ഉണ്ടായിട്ടുണ്ടെന്നുള്ള സ്ഥിരീകരണം കൂടി വരുന്നുണ്ട്. എന്തായാലും ഇത്തരം സാഹചര്യങ്ങളെ അല്പസമയം മുമ്പ് ചേർന്ന അജിത് ഡോവൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായുള്ള പ്രധാനമന്ത്രിയുടെ യോഗത്തിൽ സാഹചര്യങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. 1 മണിക്കൂറോളാണ് സമയമാണ് അജിത് ഡോവലും പ്രധാനമന്ത്രിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. അതായത് സർക്കാർ ഒരു വശത്ത് സർവകക്ഷി യോഗം ചേരുമ്പോൾ മറുവശത്ത് പ്രധാനമന്ത്രിയും അജിത് ഡോവലും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുകയാണ്. ഈ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള സാഹചര്യങ്ങൾ പൂർണ്ണമായും ഈ 1 മണിക്കൂർ സമയത്തെ യോഗത്തിൽ വിലയിരുത്തപ്പെട്ടു എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തിരിച്ചടി, അതിൻ്റെ കാഷ്വാലിറ്റീസ്, ഒപ്പം ഇന്ത്യയുടെ നീക്കങ്ങൾ എന്താണ്, നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ എത്ര കണ്ട് സജ്ജമാണ്, ഇനി നടത്താൻ പോകുന്ന നീക്കങ്ങൾ അടക്കമുള്ള ഗൗരവമായ ആലോചനകൾ പ്രധാനമന്ത്രിയുമായുള്ള യോഗത്തിൽ നടന്നിട്ടുണ്ട്. എന്തായാലും സാധാരണക്കാരെ ലക്ഷ്യമിട്ട്, ഇന്ത്യയുടെ അതിർത്തി മേഖലകളിൽ താമസിക്കുന്ന സാധാരണക്കാരെ ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാൻ സേന വലിയ നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നത് വ്യക്തമാണ്. അത് വലിയ നാശനഷ്ടങ്ങളും മരണവും അടക്കം ആ മേഖലകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ സേന ചെറുത്തു നിൽക്കുകയാണ്. അവിടെ ശക്തമായി തന്നെ തിരിച്ചടിക്കുന്നു. അതിനപ്പുറത്തേക്ക് പാകിസ്ഥാന്റെ കൂടുതൽ മേഖലകളിൽ കടന്നാക്രമിക്കാൻ ഇതുവരെ സൈന്യം തയ്യാറായിട്ടില്ല. വേണ്ടി വന്നാൽ അത്തരം തയ്യാറെടുപ്പുകളിലേക്ക് ഒരുപക്ഷെ സൈന്യം കടന്നേക്കാം. കാരണം വ്യാപകമായ കാഷ്വാലിറ്റി അതിർത്തി മേഖലകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടും. യെസ്, അതാണ് സാധാരണക്കാർക്ക് നേരെയാണ്, ഇന്ത്യക്കാരായ സാധാരണക്കാർക്ക് നേരെ, പ്രത്യേകിച്ച് അതിർത്തി പ്രദേശങ്ങളിൽ പതിറ്റാണ്ടുകളായി തുടരുന്ന ജനങ്ങൾക്ക് നേരെയാണ് ഇപ്പോൾ പാക് സൈന്യം നിറയൊഴിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെയാണ് 13 പേർക്ക്
ജീവൻ നഷ്ടപ്പെട്ടത്. അതിൽ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉൾപ്പെടും എന്നുള്ളതായിരുന്നു ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം. അങ്ങനെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനം തുടരുന്ന പശ്ചാത്തലത്തിൽ ആണ് രാജ്യം അതീവ ജാഗ്രതയോടെ മുന്നോട്ട് പോകുന്നത്. വാർത്തകൾ